auspicious evening with positivity and gratitude. Every great occasion begins with seeking divine blessings. To invite the grace of Almighty, let us now begin the function with a prayer. I request all of you to stand for the prayer, and I welcome the prayer team. ആലംദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയെ പിരിപറയും ദിവസത്തിൻ ഏകാധിപനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങേ മാത്രം സതതം സഹായമാതിപ്പതും തിരുമുൻപിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രം ആരോഗ്യം മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയെല്ലാം സന്മാർഗ ഭ്രഷ്ടൻ വഴിയിലുമല്ല. ആലംദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. A warm welcome sets the tone for a memorable evening. To formally welcome this gathering, I now invite Mr. C.K. Shamir, Secretary of TMJ, to deliver the welcome address. So please. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജമാഅത്ത് പ്രസിഡൻറ്റും ഈ സ്കൂളിൻ്റെ മാനേജറുമായ PB അലിക്കുഞ്ഞ് സാഹിബ്, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന പ്രശസ്ത ആർട്ടിസ്റ്റ് ബാലകൃഷ്ണൻ കതിരൂർ, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ ഈ വേദിയെ ധന്യമാക്കിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിനി ആർട്ടിസ്റ്റ് ഇന്ദ്രൻ സാർ, മറ്റു വേദിയിലിരിക്കുന്ന ജമാഅത്തിൻ്റെയും കൗൺസിലിൻ്റെയും സ്കൂളിൻ്റെയും ഭാരവാഹികളെ, സ്കൂൾ ടീച്ചേഴ്സ്, പ്രിയ രക്ഷകർത്താക്കളെ, കുട്ടികളെ, നമ്മുടെ സ്കൂളിൻ്റെ 42ാമത് വാർഷികം ആനുവൽ ഡേ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഇന്നിവിടെ പരിപാടി അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡൻറ്റും ഈ സ്കൂളിൻ്റെ മാനേജറും ജമാഅത്ത് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിയുമായ PB അലിക്കുഞ്ഞ് സാഹിബാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ആനുവൽ റിപ്പോർട്ട്, അതാണ് ഒരു സ്കൂളിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയാൻ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ആ സ്കൂളിൻ്റെ ആനുവൽ ഡേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ HM ആയ ജാസ്മി ടീച്ചർ, ആ ജാസ്മി ടീച്ചറെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബാലകൃഷ്ണൻ കതിരൂർ സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ വേദിയെ ധന്യമാക്കിയിരിക്കുന്ന നമ്മുടെ ഈ പരിപാടിയുടെ ചീഫ് ഗസ്റ്റ്, നമ്മുടെ സിനിമ ആർട്ടിസ്റ്റ് ഇന്ദ്രൻ സാർ, അദ്ദേഹത്തെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. എന്നിരുന്നാലും
നമ്മളെല്ലാം ഹാസ്യ സിനിമയിൽ ഹാസ്യ നർമ്മങ്ങൾ നൽകി നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് ഈ നാടിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹത്തോട് ഒരു കാര്യം കൂടി ഈ വേദിയിൽ വെച്ച് പറയുകയാണ്. നമ്മുടെ സ്കൂളിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സ്കൂളിൽ അന്യ സംസ്ഥാനക്കാർ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ്. അദ്ദേഹത്തെ ഈ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ചീഫ് ഗസ്റ്റായി എത്തിച്ചേർന്നതിന് നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേരാം എന്ന് ഏറ്റിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വാഴക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് KS മുഹമ്മദ് ഷഫീഖ്, അദ്ദേഹം വേറൊരു സ്കൂളിൻ്റെ ആനുവൽ ഡേയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്തിച്ചേരാം എന്ന് ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ എത്തിച്ചേരാമെന്ന് ഏറ്റിരുന്ന ബഹുമാനപ്പെട്ട AEO സനൂജ ഷംസു, അവർ ഇവിടെ എത്തിയിട്ടില്ല. അവരും എത്തുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്ന മറ്റൊരാളാണ് നമ്മുടെ ഉസ്താദ്, അല്ലെങ്കിൽ നമ്മുടെ ചീഫ് ഇമാം അബ്ദുസ്സലാം മൗലവി. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. നമസ്കാര ടൈം ആയതുകൊണ്ട് പള്ളിയിലേക്ക് പോയിരിക്കുകയാണ്. തിരിച്ചു വരും. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കുന്ന ഈ ജമാഅത്തിൻ്റെ കൗൺസിൽ ചെയർമാൻ KM അബ്ദുൽ സലീം സാഹിബിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പുതിയ പഞ്ചായത്ത് മെമ്പർ, നമുക്കെല്ലാവർക്കും സുപരിചിതയുമാണ്. ഏതൊരു പരിപാടിക്കും നമ്മുടെ മുമ്പിൽ നമ്മൾ ആവശ്യപ്പെട്ടാൽ എത്തുന്നതും ഇതിനു മുമ്പ് മെമ്പറാവുന്നതിനു മുമ്പും നമ്മുടെ സ്കൂളുമായി വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്നതുമായ ജാസ്മിൻ അലി, ചൂണിക്കര പഞ്ചായത്ത് ഈ വാർഡിലെ മെമ്പർ ജാസ്മിൻ അലിയെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ പ്രസിഡന്റ്, പ്രായം ഒരുപാടായെങ്കിലും ഇപ്പോഴും ഊർജ്ജസ്വലയോടെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ പ്രസിഡന്റ് MA അബു സാഹിബിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് ജിന്നാസ് കുന്നത്തേരി, അദ്ദേഹം ഈ സ്കൂളിൻ്റെ ഈ കൊല്ലം PTA പ്രസിഡൻ്റായതിനു ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും എപ്പോഴും വിളിച്ച് ഓരോ അന്വേഷണങ്ങൾ നടത്തുകയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്യുന്ന ജിന്നാസ് കുന്നത്തേരിയെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ MPTA പ്രസിഡന്റ് ഹസ്ന K, അവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്ന ജമാഅത്തിൻ്റെ ട്രഷറർ CH സലീം സാഹിബിനും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കാൻ ശ്രമിച്ച ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും നോൺ അധ്യാപകർക്കും അതുപോലെ തന്നെ PTA ഭാരവാഹികൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിപ്പിച്ചുകൊണ്ടും സ്വാഗതം ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ശ്രീ ഇന്ദ്രൻസ്, ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവായ ഈ മഹാനടന്റെ സാന്നിധ്യം നമ്മുടെ സ്കൂൾ വാർഷിക ആഘോഷത്തിന് വലിയൊരു അഭിമാനമാണ്. ഈ സുവർണ നിമിഷത്തിൽ ശ്രീ ഇന്ദ്രൻസ് അവർകളെ തായ്ക്കാട്ടുകര സ്കൂൾ കോംപ്ലക്സ് LP സ്കൂളിലേക്ക് ഏറെ ബഹുമാനത്തോടെ നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ആദരണീയരായ സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ, ഈ തൈക്കാട്ടുകര സ്കൂൾ കോംപ്ലക്സ് LP സ്കൂൾ അധ്യാപകർ, ജാസ്മിൻ ടീച്ചർ, പ്രത്യേകിച്ചും ജാസ്മിൻ ടീച്ചറിൻ്റെ ഭർത്താവ് മമ്മൂക്കയുടെ മേക്കപ്പ് മാനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ അത് വൈകിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അപ്പം മമ്മൂട്ടി സാർ ഉൾപ്പെടെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രഹസ്യമായിട്ട് തുറന്ന് മുങ്ങി ഒരു ആശംസ പറഞ്ഞു പോകാൻ വിചാരിച്ചതാണ്. അപ്പം വാക്കു പാലിക്കണമെന്നുള്ളത് കൊണ്ടുമാണ് വന്നത്. അതുകൊണ്ട് ക്ഷമിക്കും. ഇവിടുത്തെ ചിട്ടകൾ, ഒരു സ്റ്റേജിൻ്റെ ഒരു പ്രോട്ടോക്കോളൊക്കെ തെറ്റിച്ചാണ് ഇപ്പം പ്രവർത്തിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. നമുക്ക് അറിയാം ഈ സ്കൂളിലെ കാര്യങ്ങളും അതിൻ്റെ ഒരു വാർഷികം ആഘോഷിക്കലും പരിപാടിയൊക്കെ, അതിനൊന്നും ഒട്ടും ഇണങ്ങുന്നവരല്ല നമ്മൾ. എങ്കിലും എല്ലാത്തിലും ഇഷ്ടമാണ്, സ്നേഹമുണ്ട്, എല്ലാവരെയും കാണണം, അതിലൊക്കെ പങ്കെടുക്കണം എന്ന് തോന്നിയിട്ട് കൂടെയാണ് ഒരു ആവേശം കൊണ്ട് ഓരോന്നും നമ്മൾ ഏറ്റുപിടിക്കും. അതിൽ സന്തോഷമുള്ളൂ. എങ്കിലും ഒരുപാട് സമയം ഇവിടെ ഇരുന്ന് ഈ മഹത് വ്യക്തികളുടെയൊക്കെ പ്രസംഗം കേൾക്കാനും കാര്യങ്ങൾ അറിയാനും കഴിയാത്തതിൽ ചെറിയ ദുഃഖവും ഉണ്ട്. എങ്കിലും ഞാൻ ആശംസ നേരുന്നു ഈ വാർഷികത്തിന്. ഈ തൈക്കാട്ടുകര സ്കൂൾ കോംപ്ലക്സ് LP സ്കൂൾ സെലിബ്ര 2026 ആനുവൽ ഡേക്ക് ഞാൻ എൻ്റെ സ്നേഹം നിറഞ്ഞ ആത്മാർത്ഥമായി ആശംസകൾ അർപ്പിക്കുന്നു. ഇവിടുത്തെ മറ്റ് എല്ലാ അധ്യാപകരും, സ്കൂളിലെ നമുക്കറിയാം നാട്ടിൽ നമ്മുടെ ഭാഷ അല്ലാതെ പുറത്തുനിന്നുള്ള ഒരുപാട് പേര് ഇവിടെ കുട്ടികൾക്ക് വളരെ അവരുടെ ഇഷ്ടത്തിന് അവരുടെ സ്വാതന്ത്ര്യമായിട്ട് വിദ്യാഭ്യാസം നടത്താനുള്ള സൗകര്യം ചെയ്യുന്നൊരു സ്ഥാപനമാണ്. അതിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും എല്ലാ അഭിവൃദ്ധിയും ആശംസിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു പ്രത്യേക സ്നേഹം തന്ന ഈ സ്കൂൾ ഭാരവാഹികളോടും എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Thank you, sir. Now I invite manager of TSC LP School, Alikun sir, to hand over our token of love to Indran sir. Sir, please. അടുത്തതായി നമ്മുടെ മുഖ്യാതിഥി മിസ്റ്റർ ഇന്ദ്രൻ സാറിനായി ബാലകൃഷ്ണൻ സാർ ഒരു സ്നേഹ സമ്മാനം ഒരുക്കിയിട്ടുണ്ട്. അത് നൽകുന്നതിനായി ബാലകൃഷ്ണൻ സാറിനെയും സ്വീകരിക്കുന്നതിനായി ഇന്ദ്രൻ സാറിനെയും ക്ഷണിക്കുന്നു. Ifa Mehak from class 1A. Muhammad Akif PF from class 1B. Muhammad Ihsan CS from class 2. Bima Mol KM from class 3A. Algananda PP from class 3B. Aisha Farhana CS from class 4.
Thank you, sir. Thank you so much for your presence on our annual day. Once again, a great heartfelt thank you. അത്രയും പ്രിയപ്പെട്ട ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ജാസ്മിൻ ടീച്ചർ, ഈ 42ാം വാർഷികം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ബാലകൃഷ്ണൻ സാർ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, രക്ഷകർത്താക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, വളരെ സന്തോഷമുണ്ട് ഇത്തരം ഒരു വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ സാധിച്ചത്. 42 വർഷത്തിന് മുൻപ് വളരെ ചുരുങ്ങിയ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ആരംഭിച്ച തായ്ക്കാട്ടുകര സ്കൂൾ കോംപ്ലക്സ് വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചും ക്ഷമിച്ചും ഇന്ന് ഈ നിലയിലെത്തിയപ്പോൾ ഏതാണ്ട് 200 കുട്ടികൾ നമ്മുടെ സ്കൂളിൽ അധ്യയനം നടത്തുന്നുണ്ട്. 10 ടീച്ചർമാരും 2 KG ടീച്ചർമാരും അടക്കം 14 സ്റ്റാഫും ഈ സ്കൂളിലുണ്ട്. 4 സ്ഥിരം അധ്യാപകരും 4 ഡെയിലി വേജസ് അധ്യാപകരും ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു. ഇന്നിപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നത് എൻ്റെ പ്രസംഗം കേൾക്കാനോ അത് ആസ്വദിക്കാനോ അല്ല എന്നെനിക്കറിയാം. നമ്മുടെ മക്കളുടെ പരിപാടി കാണാനും അത് ആസ്വദിക്കാനും വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത കഴിഞ്ഞ 1 മാസത്തിലേറെയായിട്ട് ഇവിടുത്തെ അധ്യാപകരും PTA ഭാരവാഹികളും നല്ലൊരു എഫർട്ട് എടുത്തിട്ടാണ് ഇന്ന് ഈ പരിപാടി ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ സജ്ജീകരിക്കാൻ സാധിച്ചത്. അതിനവരെല്ലാവരെയും വളരെയധികം പ്രശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Every successful institution has a guiding force behind it, a leader who nurtures, motivates, and leads with vision and compassion. At TSC LP School, we are blessed with such a dynamic leader. The annual report is not merely a presentation of facts and figures. To present the detailed account of our journey through the academic year, I now welcome our headmistress, Mrs. Jasmine K.H., a leader with constantly inspires both teachers and students. Ma'am, please. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, പ്രിയ രക്ഷിതാക്കളെ, TSC LP സ്കൂളിൻ്റെ 2025-26 അധ്യയന വർഷത്തിലെ വാർഷിക റിപ്പോർട്ട്. 1984 ജൂൺ 4-ാം തീയതി സ്ഥാപിതമായ തായ്ക്കാട്ടുകര സ്കൂൾ കോംപ്ലക്സ് LP സ്കൂളിൻ്റെ 42ാമത് വാർഷികം നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ഈ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും കുട്ടികൾക്ക് പ്രൈമറി വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനം തായ്ക്കാട്ടുകര ജമാഅത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. ഈ ദിനത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ സ്ഥാപകരെയും ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. സ്കൂളിൻ്റെ അക്കാദമിക് മികവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും ഉറപ്പാക്കുന്നതിൽ മാനേജ്മെൻറ്റിൻ്റെ പിന്തുണ നിർണായകമാണ്. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്ന മാനേജ്മെൻറ്റിന് ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. 2025-26 അധ്യയന വർഷത്തെ അധ്യാപക പരിശീലന ക്ലാസുകൾ മെയ് മാസത്തിൽ നടന്നു. ഈ പരിശീലന ക്ലാസ്സിൽ പ്രഥമ അധ്യാപിക അടക്കം എല്ലാ അധ്യാപകരും പങ്കെടുത്തു. ജൂൺ 2 പഞ്ചായത്ത് തല പ്രവേശനോത്സവത്തോടുകൂടി ഈ അക്കാദമിക വർഷം ആരംഭിച്ചു. കുട്ടികൾക്ക് സൗജന്യ യൂണിഫോമും പുസ്തകവും വിതരണം നൽകുകയുണ്ടായി. നവാഗതരായ വിദ്യാർത്ഥികളെ വർണ്ണ ബലൂണുകളും മധുരപലഹാരങ്ങളും നൽകി സ്വീകരിച്ചു. തുടർന്ന് നടന്ന മീറ്റിംഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, മാനേജ്മെന്റ് പ്രതിനിധികൾ, രക്ഷിതാക്കൾ എല്ലാവരും ഈ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സ്റ്റാഫ് കൗൺസിൽ ചേർന്ന് 1 വർഷത്തെ പ്രവർത്തന പദ്ധതി തയ്യാറാക്കി. ഓരോ അധ്യാപകർക്കും ചുമതലകൾ കൈമാറി. KG മുതൽ 4 വരെ ക്ലാസ്സുകളിലായി 200-ൽ പരം വിദ്യാർത്ഥികളും 10 അധ്യാപകരും 2 ആയമാരും 1 ഡ്രൈവറും ഉച്ചഭക്ഷണം പാചകം ചെയ്യുന്നതിനായി 1 കുക്കും 1 ഹെൽപ്പറും ജോലി ചെയ്തു വരുന്നു. 9:30 മുതൽ 3:30 വരെയാണ് സ്കൂൾ സമയം. ആഴ്ചയിൽ 3 ദിവസം അസംബ്ലി നടത്തുന്നു.
കുട്ടികൾക്ക് പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിന് പത്രവാർത്ത, ക്വിസ്, ചിന്താവിഷയം തുടങ്ങിയവ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നു. പഠന ശാരീരിക വൈകല്യങ്ങളുള്ള 6 കുട്ടികൾ ഇവിടെ അധ്യയനം നടത്തുന്നു. ഈ കുട്ടികൾക്ക് പഠന പിന്തുണ നൽകുന്നതിന് വേണ്ടി BRCയിൽ നിന്ന് ശ്രീമതി നിമിഷ ടീച്ചറുടെ സേവനം ലഭിക്കുന്നു. അക്കാദമിക് മികവിനോടൊപ്പം കുട്ടികളുടെ സമഗ്ര വികസനമാണ് സ്കൂൾ ലക്ഷ്യമിടുന്നത്. അതിനനുസൃതമായി ഈ അധ്യയന വർഷം വിവിധ പഠന പരിപാടികളും പാഠ്യേതര പ്രവർത്തനങ്ങളും വിജയകരമായി നടത്തപ്പെട്ടു. ദിനാചരണങ്ങൾ കുട്ടികളുടെ വിജ്ഞാന സമ്പാദനത്തിൽ വളരെയധികം പങ്കുവഹിക്കുന്നു. ജൂലൈ 5-ന് പഞ്ചായത്ത് തല പരിസ്ഥിതി ദിനാഘോഷം ചൂർണിക്കര കൃഷിഭവന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ സംഘടിപ്പിക്കുകയുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പരിസ്ഥിതി ദിന പ്രതിജ്ഞ HM ചൊല്ലിക്കൊടുത്തു. ജൂൺ 19 വായനാ ദിനത്തിൽ ക്വിസ് മത്സരം, പോസ്റ്റർ രചന, വായനാ മത്സരം എന്നിവ നടത്തുകയുണ്ടായി. ഏതൊരു വിദ്യാലയത്തിൻ്റെയും ഉയർച്ചയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്നത് PTA പ്രവർത്തനങ്ങളാണ്. ഈ വർഷത്തെ PTA ജനറൽ ബോർഡ് യോഗം ജൂൺ 21-ന് കൂടുകയുണ്ടായി. ശ്രീ ജിന്നാസ് കുന്നത്തേരി പ്രസിഡന്റായും ശ്രീ ഷമീർ ഇർഫാനി വൈസ് പ്രസിഡന്റായും ശ്രീമതി ഹസന KI MPTA പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂളിൽ ഏതൊരു പ്രവർത്തനവും നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ചർച്ചകളിലൂടെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇന്നത്തെ ഈ ആഘോഷ പരിപാടികൾക്ക് പൂർണ്ണ പിന്തുണയും സഹായവും ചെയ്ത് PTA അംഗങ്ങൾ നമ്മോടൊപ്പമുണ്ട്. ജൂൺ 26-ാം തീയതി നമ്മുടെ സ്കൂളിൽ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി ഒരു മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറായ ശ്രീ അൻസാർ നെടുമ്പാശ്ശേരിയാണ് ക്ലാസ് നയിച്ചത്. കുട്ടികളുടെ വളർച്ചയിൽ രക്ഷിതാക്കളുടെ പങ്ക് എത്ര പ്രധാനമാണെന്ന കാര്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ക്ലാസ് ഏറെ പ്രയോജനപ്രദമായിരുന്നു. മലയാള സാഹിത്യത്തിലെ മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണാർത്ഥം ജൂലൈ 5-ന് ബഷീർ ദിനം സ്കൂളിൽ ആചരിച്ചു. വിദ്യാർത്ഥികൾക്കായി ബഷീറിന്റെ കൃതികളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. ജൂലൈ 7-ാം തീയതി നമ്മുടെ സ്കൂളിൽ ദേശീയ സമ്പാദ്യ പദ്ധതി മണിച്ചെപ്പ് ഉദ്ഘാടനം HM നിർവഹിച്ചു. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുകയും സാമ്പത്തിക ബോധവൽക്കരണം നടത്തുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വിദ്യാർത്ഥികളിൽ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ജൂലൈ 8 മുതൽ സ്കൂളിൽ ഫുട്ബോൾ കോച്ചിംഗ് ആരംഭിക്കുകയുണ്ടായി. PTA നേതൃത്വത്തിൽ ജൂലൈ 27-ന് ആരംഭിച്ച പച്ചക്കറി തൈനടൽ പദ്ധതിയുടെ ഭാഗമായുള്ള വിളവെടുപ്പ് സെപ്റ്റംബർ 12-ന് നടത്തുകയുണ്ടായി. ഈ പ്രവർത്തനം വിദ്യാർത്ഥികൾ കൃഷിയോടുള്ള ആത്മാർത്ഥത വളർത്താൻ സഹായിച്ചു. ജൂലൈ 29-ാം തീയതി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതായി സ്കൂൾ ഇലക്ഷൻ നടത്തി. ഹെഡ് ബോയിയായി സഹൽ MJയും ഹെഡ് ഗേളായി സുമയ്യ KHനെയും തിരഞ്ഞെടുത്തു. ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. രാവിലെ 9 മണിക്ക് സ്കൂൾ മാനേജർ ശ്രീ അലിക്കുഞ്ഞ് സാർ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ദേശീയഗാനം ആലപിക്കുകയും രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത മഹാന്മാരെ സ്മരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് കുട്ടികൾക്ക് ശുദ്ധവും സുരക്ഷിതവുമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി PTA നേതൃത്വത്തിൽ സമാഹരിച്ച ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ച വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടനവും മാനേജർ ശ്രീ അലിക്കുഞ്ഞ് സാർ നിർവഹിക്കുകയുണ്ടായി. സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം പുതുക്കി ഓർക്കാനും വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിനുള്ള പുതിയൊരു തുടക്കത്തിനും ഈ ദിനം സാക്ഷിയായി. ഓഗസ്റ്റ് 18-ാം തീയതി കർഷക ദിനം ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്കൂൾ പരിസര പ്രദേശത്തെ ജൈവ കർഷക ശ്രീമതി ആമിനയെ ആദരിച്ചു. ജൈവ കൃഷിയുടെ പ്രാധാന്യവും ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ആവശ്യകതയും തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് വിദ്യാർത്ഥികൾക്ക് അവർ വിശദീകരിച്ചു കൊടുത്തു. ആഗസ്റ്റ് 29-ന് ഓണാഘോഷം വളരെ വിപുലമായ രീതിയിൽ നടത്തപ്പെട്ടു. ഓണത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് HM എല്ലാവർക്കും ആശംസകൾ നേർന്നു. കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സന്തോഷവും ഐക്യവും പകരുന്ന ഒരു മനോഹര അനുഭവമായി ഈ വർഷത്തെ ഓണം സെലിബ്രേഷൻ മാറി. സ്കൂളിന്റെ ആനുവൽ സ്പോർട്സ് മീറ്റ് സെപ്റ്റംബർ 18-19 തീയതികളിൽ ആവേശപൂർവ്വം സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടികൾ വിദ്യാർത്ഥികൾ മികച്ച കായികക്ഷമതയും ഐക്യവും പ്രകടിപ്പിച്ചു. സെപ്റ്റംബർ 24 ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയൽ എന്ന വിഷയത്തിൽ വിജ്ഞാനപ്രദമായ പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ഔഷധ സസ്യങ്ങളോടുള്ള അവബോധവും പരിസ്ഥിതി ബോധവും വളർത്തുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. പരിപാടി സംഘടിപ്പിച്ച ആയുർവേദ ഹോസ്പിറ്റലിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സെപ്റ്റംബർ 27-ന് ആലുവ ഉപജില്ലാതലത്തിൽ നടന്ന അറബിക് ടാലന്റ് സെർച്ച് എക്സാമിൽ നമ്മുടെ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി അദീബ് റഹ്മാൻ 2ാം സ്ഥാനം നേടി സ്കൂളിന് അഭിമാനമായി. ഒക്ടോബർ 8-ന് ആലുവ ഉപജില്ലാ ശാസ്ത്ര പ്രവൃത്തി പരിചയമേളകൾ നടന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ സജീവമായി പങ്കെടുത്ത മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ആലുവ ഉപജില്ലയിൽ 72 സ്കൂളുകൾ മത്സരിച്ച് 7ാം സ്ഥാനം നേടി TSC LP സ്കൂൾ നാടിന് തന്നെ അഭിമാനമായി. ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു. ഒക്ടോബർ 14 നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപിക ഷബ്രീന മിസ് അന്തരിച്ചു എന്ന ദുഃഖവാർത്ത നമ്മേറെ വ്യസനിപ്പിച്ചു. സ്കൂൾ കുടുംബത്തിന് തീരാ നഷ്ടമായി വിയോഗം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി. വിദ്യാർത്ഥികളോടുള്ള സ്നേഹവും അധ്യാപനത്തിലെ സമർപ്പണവും ലാളിത്യവും കൊണ്ട്
ഷബ്രീന മിസ് എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം നേടിയിരുന്നു. പരലോകസ്ഥയായ ഷബ്രീന മിസ്സിന് നിത്യശാന്തി നേരുന്നതോടൊപ്പം മിസ്സിന്റെ കുടുംബാംഗങ്ങൾക്ക് സ്കൂൾ കുടുംബത്തിന്റെ ആഴത്തിലുള്ള അനുശോചനം അറിയിക്കുന്നു. ഒക്ടോബർ 25-ന് ആർട്സ് ഫെസ്റ്റ് നിറഞ്ഞ ആവേശത്തോടെ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള മികച്ച വേദിയായി ഈ പരിപാടി മാറി. നവംബർ 3, 4, 5 തീയതികളിൽ ആലുവ ഉപജില്ലാ കലോത്സവം നടന്നു. വിവിധ സ്കൂളുകളിൽ നിന്ന് വിവിധ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഈ കലാമേളയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെയും മികച്ച തയ്യാറെടുപ്പും മത്സരങ്ങളിൽ പങ്കെടുത്ത് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച് സ്കൂളിന് അഭിമാനമായി. നവംബർ 14-ന് സ്കൂളിൽ ശിശുദിനം വളരെ വിപുലമായി ആഘോഷിച്ചു. കുട്ടികൾക്കായി വിവിധ കലാപരിപാടികളും വിനോദ പരിപാടികളും സംഘടിപ്പിച്ചു. സന്തോഷവും ചിരിയും നിറഞ്ഞ ഒരു മനോഹര ദിനമായി ശിശുദിനാഘോഷം മാറി. അതിഥി തൊഴിലാളികളുടെ കുട്ടികൾക്കായുള്ള പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതി സ്കൂളിൽ നടപ്പിലാക്കി വരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി എഡ്യൂക്കേഷൻ വോളണ്ടിയറായി അമീന മിസ് ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു. ഡിസംബർ 23-ന് ക്രിസ്മസ് ആഘോഷം ഗംഭീരമായി നടത്തി. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പങ്കുവയ്പ്പിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിച്ചുകൊണ്ട് നടന്ന ഈ ആഘോഷം എല്ലാവർക്കും ഐക്യവും സന്തോഷവും പകരുന്ന ഒന്നായി മാറി. ജനുവരി 9, 10 തീയതികളിലായി സ്കൂളിൽ PTA ഉത്സവം സംഘടിപ്പിച്ചു. രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് പങ്കെടുത്ത ഈ പരിപാടി അധ്യാപക രക്ഷകർത്ത ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി മാറി. PTA ഉത്സവിന്റെ ഭാഗമായി ജനപ്രതിനിധികൾക്ക് സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു. മാനേജ്മെന്റിന്റെയും രക്ഷകർത്താക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന ഈ ചടങ്ങ് ഏറെ ഗൗരവപരവും അർത്ഥവത്തുമായി മാറി. സ്കൂളിന്റെ പുരോഗതിക്ക് ആവശ്യമായ പിന്തുണ നൽകുമെന്ന് അവർ ഉറപ്പു നൽകി. ജനുവരി 17-ന് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ ഏറെ ആവേശത്തോടെയും സന്തോഷത്തോടെയും യാത്രയിൽ പങ്കെടുത്തു. യാത്ര വിദ്യാർത്ഥികൾക്ക് വിനോദനത്തിനൊപ്പം കൂട്ടായ്മയും സഹകരണ മനോഭാവവും വളർത്താനുള്ള അവസരമായി. ജനുവരി 26 റിപ്പബ്ലിക് ദിനം വളരെ ദേശഭക്തിയോടെ തന്നെ ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് സ്കൂൾ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ MA അബുസാർ പതാക ഉയർത്തി. കുട്ടികളുടെ കലാപരിപാടികൾ ദേശസ്നേഹവും ദേശീയ ഐക്യവും വളർത്തുന്ന തരത്തിലായിരുന്നു. ഈ അക്കാദമിക് വർഷം നമ്മുടെ സ്കൂളിന് നിരവധി നേട്ടങ്ങളും അനുഭവങ്ങളും സമ്മാനിച്ച വർഷമായിരുന്നു. വിദ്യാഭ്യാസം, കലാകായിക മേഖലകൾ, സഹപാഠ്യ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് പ്രാധാന്യം നൽകി. മാനേജ്മെന്റ്, ഡിപ്പാർട്ട്മെന്റ്, PRC എന്നിവയുടെ പിന്തുണയും അധ്യാപകരുടെ ആത്മാർത്ഥമായ പരിശ്രമവും രക്ഷിതാക്കളുടെ സഹകരണവും വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസവും ചേർന്നാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത്. ഭാവിയിലും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. എല്ലാവരുടെയും സഹകരണത്തോടെ മുന്നോട്ടും മികച്ച വിജയം കൈവരിക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയും ആത്മവിശ്വാസത്തോടെയും ഈ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. Thank you, ma'am, for the comprehensive and inspiring report. The achievements you shared truly reflect the dedication of our teachers and the brilliance of our students. And now we arrive at the most awaited moment of the evening. It is the time for the formal inauguration of Celebria 2026. We are deeply honored to have with us a distinguished personality in the world of art, a renowned visual artist, Mr. Balakrishnan Kadurur. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു ഗ്രാമത്തിലെ ഇപ്പോൾ ചെറിയ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾക്കാണ് കൗതുകങ്ങൾ ഏറെ. നമ്മൾ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ പ്രൊഫഷണൽ കോളേജുകളിൽ പോകുന്ന ആ ലാളിത്യവും സൗന്ദര്യവും സന്തോഷവും അത് കൊച്ചുകുട്ടികൾ പഠിക്കുന്നിടത്താണ്. എന്തായാലും നമുക്ക് ഈ ഒരു സായന്നത്തിൽ, ഈ ഒരു മഹാവിദ്യാലയത്തിൽ കേരളം അല്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന നമ്മളുടെ സ്വന്തം അഹങ്കാരമായ സുരേന്ദ്രൻ എന്ന ഇന്ദ്രൻസ് ഇവിടെ വന്നു. അദ്ദേഹം നമ്മളായിട്ട് സംസാരിച്ചു. കുട്ടികളെ ഏറെ ഇഷ്ടത്തോടെ സമ്മാനങ്ങൾ നൽകി അദ്ദേഹം കടന്നുപോയി. വളരെ ലളിതമായ ജീവിതവും ലാളിത്യത്തിൻ്റെ ഉടമയാണ് ഇന്ദ്രൻസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രീതികൾ അത്തരത്തിൽ നമ്മൾ കാണുന്നത്. മറ്റു ചില സെലിബ്രിറ്റികളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇന്ദ്രനെ പോലെയുള്ള വളരെ ജനാധിപത്യ മര്യാദയിൽ ജീവിക്കുന്ന നടീനടന്മാരൊക്കെ നമ്മളുടെ മുന്നിലുണ്ട്. അവരൊക്കെ നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾക്കൊരു അത്ഭുതവും ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. കാരണം അത്രയും ലാളിത്യമാണ് അദ്ദേഹത്തെ പോലെയുള്ള ഉന്നതരിൽ ഉള്ളത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 2018 അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് ആളൊരുക്കത്തിന് എന്ന സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചത്.
പക്ഷെ ആ ഒരു അവാർഡിൻ്റെ ലഭിച്ചതാണ് എന്നോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നോ ഇപ്പം ഹോം എന്ന സിനിമയിലൊക്കെ അഭിനയിച്ച അദ്ദേഹത്തെ നമ്മളിവിടെ കാണുമ്പോൾ നമ്മൾ എത്ര ആങ്സൈറ്റിയിലാണ് അല്ലേ, അത്ഭുതത്തോടെയാണ് കാണുന്നത്. എന്തായാലും അതാണ് ആർട്ട് എന്ന് പറയുന്നത്, അതാണ് കല എന്ന് പറയുന്നത്. ഏവർക്കും പ്രിയമാകുന്ന ഒരു പ്രയോഗ രീതികളാണ്. ഇപ്പം ഞാൻ ചിത്രകലയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം അബ്രപാളിയിലെ സിനിമാ ലോകത്താണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറെ സന്തോഷം. ഞാനൊരു ചിത്രകാരനാണ്, ചിത്രകലാ അധ്യാപകനായിരുന്നു. ഇപ്പം ഞാൻ ചിത്രകലയുമായി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ കുട്ടികളൊക്കെ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ എൻ്റെ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു രീതികൾ വെച്ചുകൊണ്ട് എന്നെ ഒരു മഹാവിദ്യാലയത്തിൻ്റെ ഒരു വാർഷിക ആഘോഷത്തിന് ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഒരു അത്ഭുതം തോന്നുകയാണ്. ഇത് ഈ വർഷത്തിലെ 3ാമത്തെ ഉദ്ഘാടനമാണ് കേട്ടോ, ഇങ്ങനെ സ്കൂളുകളുടെ ആനിവേഴ്സറിയുടെ. എന്തായാലും അത് എന്നെപ്പോലെയുള്ള കലാകാരന്മാർക്ക് കിട്ടുന്ന വലിയൊരു അവാർഡ് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മികച്ച സ്വീകരണം അല്ലെങ്കിൽ സ്വീകാര്യത എന്നെപ്പോലെയുള്ള കലാകാരന്മാർക്ക് നൽകുന്നു. അതിൽ ഞാനൊരു ഭാഗം മാത്രമാണ്. അത് തന്നതിന് ഈ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയോടും സ്കൂൾ അധികാരികളും HMനോടും സ്റ്റാഫിനോടും എൻ്റെ കുട്ടികളോടും രക്ഷകർത്താക്കളോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ചിത്രകല എന്ന് പറയുന്ന ഒരു അടയാളപ്പെടുത്തലാണ്. അത് കാലം കടന്നു പോകുന്നതിനെ അത് അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം 14ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഘട്ടത്തിലൊക്കെ ചെയ്ത ചിത്രങ്ങളൊക്കെ ഇന്നും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തി പോവുകയാണ്. പിന്നെ ലാസ്റ്റ് സപ്പർ പോലെയുള്ള ചിത്രങ്ങളൊക്കെ ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്തി ഇപ്പോഴും നമ്മളെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോഴും ചിത്രകാരന്മാരും ചിത്രകാരികളും കലാകാരന്മാരും കലയെ അടയാളപ്പെടുത്തി കടന്നു പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, മൺമറഞ്ഞു പോയ പല കലാകാരന്മാരെ കുറിച്ച് നമുക്കറിയാം. ഇന്ന് ജീവിക്കുന്ന കലാകാരന്മാരുണ്ട്, ഇനി കലാകാരന്മാർ വരും. ആ കലാകാരന്മാരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളിൽ പലരും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള വേദികൾ അത്തരത്തിലുള്ള കലാകാരന്മാരുടെ തുടക്കത്തിനുള്ള വേദികളാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. നല്ല മിടുക്കന്മാരും മിടുക്കുകളായുള്ള കുട്ടികൾ ഈ പ്രദേശത്ത് നിന്ന് കേരളത്തെയും ഇന്ത്യയെയും അടയാളപ്പെടുത്താൻ കടന്നു വരട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹവും പ്രത്യാശയും. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇനി ഒട്ടേറെ കുട്ടികളുടെ കലാപരിപാടികളും ഒട്ടേറെ കാര്യങ്ങളൊക്കെ മുന്നിലുണ്ട്. അതൊക്കെ ആസ്വദിക്കാൻ എല്ലാവരും ഈ പ്രദേശ ജനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു 2025-26 ഈ വിദ്യാലയത്തിൻ്റെ വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി. എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയ സ്റ്റുഡൻറ്റ് ശിഷ്യ ഷാഹിനയ്ക്കും ഒക്കെ ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ മാനേജ്മെൻറ്റ് കമ്മിറ്റി, പിന്നെ ഇവിടുത്തെ HM, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു വർഷം ഈ വർഷം കടന്നു പോകട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Ladies and gentlemen, Celebria 2026 is officially inaugurated. Thank you, sir. Now I invite manager of TSC LP School, Mr. PB Alikunu sir, to hand over our token of love to Mr. Balakrishnan Kadru. Sir, please. ശാസ്ത്രോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ്. കോക്കനട്ട് ഷെൽ പ്രോഡക്ട്സ്, ഫസ്റ്റ് പ്ലേസ് വിനായക് AS. എംബ്രോയിഡറി, തേർഡ് പ്ലേസ് വിത്ത് A grade അളകനന്ദ PP. പോർട്രേറ്റ് പെയിന്റിംഗ്, ഭീമാമോൾ KM A grade. Modeling with clay A grade Mohammad Rasil KK. Fabric painting A grade Arav Chandran. Thank you, sir. Next, I invite Mr. K.S. Mohammad Shafiq, Vice President, Valkulam Block Panchayat, for the felicitation address.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡന്റും ഇതിൻ്റെ മാനേജറുമായ പ്രിയപ്പെട്ട ശ്രീ പി ബി അലിക്കുഞ്ഞ്, നമ്മുടെ ഈ 42ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട പ്രമുഖ ആർട്ടിസ്റ്റ് ശ്രീ ബാലകൃഷ്ണൻ കതിരൂർ, പ്രിയപ്പെട്ട നമ്മുടെ ഇവിടെ സ്വാഗതം പറഞ്ഞ നമ്മുടെ ജമാഅത്തിൻ്റെ സെക്രട്ടറി സി കെ ഷമീർ, നമ്മുടെ ബഹുമാനപ്പെട്ട HM ജാസ്മിൻ KH, പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ജാസ്മിൻ അലി, പ്രിയപ്പെട്ട ശ്രീ KM അബ്ദുൾ സലീം, ശ്രീ MA അബു, ജിന്ന PTA പ്രസിഡന്റ് ശ്രീ ജിന്നാസ് കുന്നതേരി, MPTയുടെ പ്രസിഡന്റ് ശ്രീ ഹസ്ന, പ്രിയപ്പെട്ട നമ്മുടെ നന്ദി പറയുന്ന ജമാഅത്ത് കമ്മിറ്റിയുടെ ട്രഷറർ സലീം CH, പ്രിയപ്പെട്ട മക്കളെ, സഹോദരന്മാരെ, ഇനിയൊരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. നമ്മുടെ മക്കളുടെ പരിപാടികൾ നടക്കാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പറായിട്ട് ഈ എല്ലാ വാർഷിക പരിപാടികളിലും പങ്കെടുക്കുന്ന ഒരാളാണ്. ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായി വീണ്ടും എനിക്കിതിന് ഭാഗ്യം ലഭിച്ചു. എന്തായാലും വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ വീണ്ടും ഇതിന് പങ്കെടുക്കാൻ, ഇനി അതല്ലെങ്കിലും എന്നെ ക്ഷണിക്കും. ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. എന്തായാലും പ്രിയപ്പെട്ട കലാലയം, എൻ്റെ വിദ്യാഭ്യാസം തുടങ്ങിയ ഇവിടെ നിന്നാണ്. ഇവിടുത്തെ അടിത്തറയാണ് മാനേജ്മെൻറ്റ് സ്കൂളുകൾ അല്ലെങ്കിൽ CBSE സ്കൂളുകളോട് ICSE സ്കൂളുകളോടും കിടപിടിക്കുന്ന, അതിനേക്കാൾ വെല്ലുന്ന രീതിയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ സ്കൂള് ഇന്ന് ആനുവൽ ഡേ ഒക്കെ കുറേ വർഷങ്ങളായിട്ട് നടത്തുന്നത്. അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ ജാസ്മിൻ്റെ ടീച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള വളരെ മികച്ച മിടുക്കികളായ യുവതികളായ എല്ലാം വളരെ പ്രസരിപ്പോടെ മുന്നോട്ട് പോകുന്ന അധ്യാപകരാണ്. അതിനൊക്കെ സഹായം നൽകുന്നത് തായിക്കാട്ടുകര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഭിമാനകരമായ കാര്യം. എന്തായാലും ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ നസീർ ചൂർണിക്കര ഇങ്ങോട്ട് കടന്നു വരികയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എന്തായാലും ഈ കലാലയത്തിന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും പിന്തുണയോടെയും ബഹുമാനപ്പെട്ട നമ്മുടെ ഇവിടത്തെയുള്ള എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളുടെയും സഹായത്തോടെ നമുക്ക് ഇനിയും ഒരുപാട് നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് കാണാതെ പഠിക്കുന്നത് മാത്രമല്ല, ആ വിദ്യ അഭ്യസിച്ച് അത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മക്കളായി, കുടുംബത്തിന് ഉപകാരപ്പെടുന്നവരായി മാറണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവർക്കും, പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സർവശക്തനായ തമ്പുരാൻ നല്ല ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരിക്കൽ കൂടി 42ാം വാർഷികത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ചൂർണിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗമെന്ന നിലയിൽ എല്ലാ സഹായങ്ങളും കഴിയാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. തുടർന്ന് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ചെയ്യാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ സ്കൂളിൻ്റെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. Thank you, sir, for your thoughtful and inspiring words. Next, I respectfully invite Mr. Nasir Churnikara, President of Churnikara Grama Panchayat. നമ്മുടെ ഈ സ്കൂൾ കോംപ്ലക്സ് ആനുവൽ ഡേ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അലിക്കുഞ്ഞ് സാഹിബ്, കൊച്ചു മിടുക്കന്മാരുടെയും മിടുക്കികളുടെയൊക്കെ പ്രോഗ്രാം കാണാൻ മാതാപിതാക്കൾ ഇങ്ങനെ തയ്യാറോടുകൂടി ഇരിക്കുകയാണ്. നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ വന്നുപോയി. കാണാനും അദ്ദേഹത്തിന് വേദി പങ്കിടുവാനും സാധിച്ചില്ല. വളരെ തിരക്കുള്ള ഒരു വലിയ വ്യക്തി ഇവിടെ വന്ന് നമ്മുടെ നാടിന്, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ വിദ്യാലയത്തിലെ ഈ ഉദ്ഘാടനം നിർവഹിച്ചതിൽ വളരെയേറെ, ഈ പ്രോഗ്രാമിൽ എത്തിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അദ്ദേഹം ഇല്ലാത്ത വേളയിലാണ് എങ്കിൽ പോലും എൻ്റെ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രോഗ്രാമിൽ ഞാനിവിടെ പങ്കെടുത്തിരുന്നു. നല്ല മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികളാണ്. നാളത്തെ തലമുറയാണ്, നാളെ നമ്മെ നയിക്കേണ്ടവരാണ്. നമ്മുടെ ഈ നാടിനെ ഭരിക്കേണ്ടവരും ഏതൊക്കെ രീതിയിലാണ് അവർ വളർന്നു വരിക എന്നറിയില്ല. എങ്കിലും ഉന്നതങ്ങളിൽ എത്തേണ്ട മിടുക്കന്മാരും മിടുക്കികളുമായി ഉള്ള കുട്ടികളാണ്. ഞാൻ അവരുടെ ചെറിയ പ്രോഗ്രാമുകൾ അതിവിടെ കാണുമ്പോഴൊക്കെ നമുക്കറിയാൻ സാധിച്ചു. പുന്നോമനകളെ വളർത്തിയെടുക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്തമാണ് വിദ്യാലയത്തിലെ അധ്യാപകർക്കുള്ളത്. ആദ്യത്തെ ഗുരു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ വിദ്യാലയത്തിലെ അധ്യാപകരെ പറയാൻ പറ്റില്ല, അംഗൻവാടിയിലെ അധ്യാപകരെ പറയാൻ പറ്റില്ല. ആദ്യത്തെ കുട്ടിയുടെ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. മാതാപിതാക്കൾ ആദ്യമായി പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിക്കുക, അല്ലെ അമ്മ എന്ന് വിളിക്കുക എന്നൊക്കെ ആദ്യാക്ഷരങ്ങൾ പകർന്നു കൊടുക്കുന്ന ആ മാതാപിതാക്കൾ അവർ തന്നെയാണ് ഗുരു. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, നമ്മളിലെ
ഏറ്റവും കൂടുതൽ ബുദ്ധിയും കഴിവുമുള്ള കുട്ടികളാണ് ഇന്നത്തെ തലമുറ. ആ തലമുറയെ വളരെയേറെ സേഫ്റ്റിയോടുകൂടി ഭദ്രതയോട് വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് മാത്രമല്ല നമ്മുടെ ഈ സമൂഹത്തിനുമുണ്ട്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ, വീടുകളിൽ കുട്ടികൾ ഇരിക്കുമ്പോൾ നമ്മൾ വീടുകളിൽ ചെയ്യുന്ന ചർച്ചകൾ, അതായത് ഭാര്യയും ഭർത്താവുമായിട്ടായിരിക്കാം, അച്ഛനും അമ്മയുമായിരിക്കാം സംസാരം വരിക, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റു അംഗങ്ങളുമൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുമ്പോൾ അവരും അത് ഒരു കാർബൺ പേപ്പറിൽ പകർത്തിയെടുക്കുന്ന പോലെ വളരെയേറെ റെക്കോർഡിംഗ് ആണ് അവർ. ആ വാക്കുകളൊക്കെയാണ് പിന്നീട് പുറമേ വരുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളിരിക്കുന്ന വേദികളിൽ മറ്റുള്ള പ്രോബ്ലങ്ങൾ, നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മക്കളുടെ മുമ്പിൽ വെച്ച് പറയുകയാണെങ്കിൽ അത് നമ്മുടെ തലമുറയ്ക്ക് വലിയ ഗുണം കിട്ടുന്ന കാര്യമാണ്. മറ്റൊന്ന്, എല്ലാവരും വേദി പങ്കിടുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. മൊബൈൽ എല്ലാ വിധത്തിലും നമ്മൾക്ക് ഗുണപ്രദമാണെങ്കിലും ഇന്നിപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിലൊക്കെ ഒന്ന് വിരൽ തുമ്പത്തിരിക്കുന്നു എന്ന് പറയും. ഒന്ന് തൊട്ടാൽ മതി നമ്മൾക്ക് എല്ലാ വിവരങ്ങളും ഏത് രീതിയിലുള്ള ഒരു അധ്യാപകനോട് ചോദിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് ഈ ഫോണിൽ നിന്നും ഉപകാരം കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ അതെന്താ ചെയ്യുക? അതിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമ്മൾ അറിയാത്ത ഒരു പിടി കാര്യങ്ങൾ വരെയുണ്ട്. ഇത് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ അല്ല എന്തെങ്കിലും ജോലി തിരക്കിലേക്ക് പോകുമ്പോൾ പതുക്കെ കുട്ടിയുടെ ശല്യം ഒഴിവാകാൻ വേണ്ടി ആ മൊബൈലെടുത്ത കുഞ്ഞിനെ കൊടുക്കും. ചിലപ്പോൾ ഇന്ന് സീരിയൽ കാണലൊന്നുമില്ല, അമ്മയ്ക്കും ചിലപ്പോൾ മൊബൈലിൽ എന്തെങ്കിലും കാണുമായിരിക്കാം. അപ്പോൾ അടുത്തിരിക്കുന്ന മൊബൈൽ കൊടുക്കും. അല്ലെങ്കിൽ വീട്ടിൽ തുണി കഴുകാനുണ്ടാവും, അല്ലെങ്കിൽ കറി വെക്കാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അടുക്കള കാര്യങ്ങൾ അല്ലെങ്കിൽ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ കുഞ്ഞ് അവിടെ വളരെ അടിച്ചുറപ്പോടുകൂടി ഇരിക്കേണ്ടത് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിങ്ങൾ കൊടുത്തിട്ട് പോകുന്നത്. പക്ഷേ കുഞ്ഞ് റൂമിൽ അടിച്ചുറപ്പാണ്. പക്ഷേ ഒരുപക്ഷെ മൊബൈലിൽ കണ്ടുവരുന്ന സംഭവങ്ങൾ ലോകം മൊത്തം അറിയുന്ന രീതിയിലുള്ളതായിരിക്കാം. അതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് വെക്കും. കുട്ടികൾക്ക് പഠിക്കാനുള്ള ആ മെമ്മറിയിലേക്കാണ് ഇവിടെ നിന്നും ചില സംഭവങ്ങൾ കയറി ചെല്ലുന്നത്. ഒരുപക്ഷെ കുട്ടികളൊക്കെ പാട്ടുകൾ പാടി പഠിക്കുന്നുണ്ട്. അതിൽ കഥകൾ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുള്ളത്. മക്കൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ സംഭരിച്ച് നമ്മുടെ നാട്ടിൽ വരും. നമ്മുടെ നാട്ടിൽ വേണവരെ, ഇവരെ കഴിവുകൾ നമ്മുടെ നാട്ടിൽ വേണം. ഇപ്പോൾ എടുത്തു നോക്കിയാൽ ഈ അടുത്ത കാലത്തൊക്കെ SIR-മായി ബന്ധപ്പെട്ട് ഞാൻ പല വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇന്ന് ഇവിടെ ചെറുപ്പക്കാരില്ല. ചെറുപ്പക്കാരുള്ളവരാണെങ്കിൽ വിദേശത്താണ്. അവർ ആ വിദേശത്ത് മാത്രമല്ല, അവർ അവിടുത്തെ സിറ്റീസിനുമായി അവിടുത്തെ പൗരത്വം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും അവിടുത്തെ പൗരത്വം കിട്ടിയതിൽ എന്താണ് ഇത്ര പ്രോബ്ലം, നിങ്ങൾക്ക് എന്താണ് അതിനൊരു കുശുമ്പാണോ എന്നല്ല. ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ചെന്ന് ആ രാജ്യത്ത് ചെന്ന് പൗരത്വം കിട്ടുക എന്ന് പറയുന്നത് രണ്ടാം തര പൗരനായി മാറുകയാണ്. അവിടെ നിന്ന് നമ്മൾ നേടേണ്ടത് ഉന്നത വിദ്യാഭ്യാസങ്ങൾ അവിടെ നിന്ന് നേടിയെടുത്ത് നമ്മുടെ നാടിനെ അവരുടെ ബുദ്ധിയും ശക്തിയും ഉപകാരപ്രദമാകണം. അത് ഞാൻ മാതാപിതാക്കളോടാണ് പറഞ്ഞത്. എൻ്റെ മാതാപിതാക്കൾ തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് വരുന്നത്. മിടുക്കനും നമ്മുടെ ബഹുമാനപ്പെട്ട തായ്ക്കാട്ട് ഏറപ്പള്ളി ഇമാമ അബ്ദുസലാം ഉടമ്പള്ളിയെ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കൂടുതലായി സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ള ഈ തലമുറ വളരെയേറെ ഉയരങ്ങളിലേക്ക് വളരട്ടെ, മനസ്സിനും ശരീരത്തിനും ആരോഗ്യമുള്ളവരായി വളരട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your encouraging and supportive message. With great respect, I invite Janab Abdul Salam Maulavi Onambili, Chief Imam of Thaikadara Muslim Juma Masjid. അസ്സലാമു അലൈക്കും. നമ്മുടെ മഹത്തായ വേദിയിലുള്ള നമ്മുടെ പ്രിയങ്കരായ ജമാഅത്തിൻ്റെയും അതുപോലെ കൗൺസിലിൻ്റെയും നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധികളും സ്കൂൾ പ്രിൻസിപ്പാളും അധ്യാപകരും അനധ്യാപകരും അടങ്ങുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഇന്ന് ഉദ്ഘാടകനായി എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സാറവറുകളെ, മറ്റ് വിദ്യാർത്ഥിനികളെ, വലിയ ഒരു പ്രസംഗം ഇപ്പോൾ നടത്താൻ നമുക്ക് സാധ്യമല്ല. കാരണം വളരെ വൈകിയാണ് നമ്മുടെ ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഒരു പ്രസംഗം നടത്തുന്നതോ അതിന് തുനിയുന്നതോ ഉചിതമായ കാര്യമല്ല എന്ന് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മുമ്പ് പ്രസംഗിച്ച
എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഉദ്ഘാടകനായ ബാലകൃഷ്ണൻ സാറ് തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ടാകും, അതുപോലെ മറ്റെല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്രസംഗം നടത്താൻ മുതിരുന്നില്ല. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ആയാലും നാടിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും വളർന്നു വരുന്ന പൗരന്മാരാണ്, ശിശുക്കളാണ്. ആ ശിശുക്കളെ പാഴായി പോകാതെ വളർത്തിയെടുക്കാൻ ഏറ്റവും ആവശ്യമാണ് വിദ്യാഭ്യാസം, സംസ്കാരം, അതുപോലെ കല എന്നുള്ളത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ 3 കാലിലാണ് നടക്കുന്നത് എന്ന് ആലങ്കാരികമായി പറയാറുണ്ട്. 1 കലയാണ്, 2 അവൻ്റെ ആത്മീയതയാണ്, 3 അവൻ്റെ ശാസ്ത്രമാണ്. ഈ 3 കാര്യങ്ങൾ ഒന്നായി കൂടുമ്പോഴാണ് മനുഷ്യന് നടക്കാനാവുക, പുരോഗമിക്കാനാവുക. ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അടങ്ങുന്നതാണ്. അവിടെ ശാസ്ത്രമുണ്ട്, കലയുണ്ട്, വിദ്യ നൽകുന്ന ആത്മീയമായ പാഠങ്ങളുണ്ട്. അപ്പോൾ അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭാവി തലമുറയെ മുന്നോട്ട് നയിക്കാൻ, അവർക്ക് സ്വപ്നങ്ങൾ കാണാൻ, അവർക്ക് ആകാശം വരെ പറന്നുയരാൻ ചിറകുകൾ നൽകുന്ന ഒന്നാണ് വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ സ്ഥാപനവും. കുറേ നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ്, അധ്യാപകരുടെയും മറ്റുള്ളവരുടെയും പരിശ്രമങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വിദ്യാർത്ഥിനികൾ ഇവിടെ അവരുടെ കലാപ്രകടനങ്ങൾ നടത്തുന്നത്. അതിന് പ്രാപ്തരാക്കിയ അധ്യാപകരെയും അനധ്യാപകരെയും മാനേജ്മെൻറ്റിനെയും എല്ലാവർക്കും ഹൃദയംഗമായ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, sir, for your kind blessings and inspiring message. I now invite Mr. K.M. Abdul Salim, Council Chairman of TMJ, to felicitate the function. Sir, please. പ്രിയപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ മുഖ്യാതിഥി ബാലകൃഷ്ണൻ സാർ, ജമാഅത്തിൻ്റെ ഖത്തീബ് അബ്ദുൽസലാം മൗലവി, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട നസീർ, ഷഫീഖ്, സലീം, വേദിയിരിക്കുന്ന പഞ്ചായത്ത് മെമ്പർ ജാസ്മിൻ, സ്കൂളിൻ്റെ നമ്മുടെ സ്കൂൾ കോംപ്ലക്സിൻ്റെ 42ാമത് വാർഷികാഘോഷ പരിപാടികളിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജാസ്മിൻ ടീച്ചറുടെ റിപ്പോർട്ട് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഇതിലൊരു കാര്യം മനസ്സിലായി, പഴയ കൊച്ചിയല്ല എന്ന് പറയും പോലെ നമ്മുടെ സ്കൂൾ കോംപ്ലക്സ് പഴയ സ്കൂളല്ല. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി, ഒരുപാട് ഉയർന്ന് എല്ലാ മേഖലകളിലും കൈവെക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ മറ്റു സ്കൂളുകളോട് കിടപിടിച്ച് 10-200 സ്കൂളുകൾ മത്സരിച്ചപ്പോഴും 7ാം സ്ഥാനം കരസ്ഥമാക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ തായ്ക്കാട് സ്കൂൾ കോംപ്ലക്സ് വളർന്നു എന്നുള്ളതിൽ അതിനുവേണ്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മാനേജ്മെൻറ്റിനെയും ടീച്ചേഴ്സിനെയും മറ്റെല്ലാവരെയും അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സംസ്കാരമുള്ള, നല്ല സ്വഭാവ ഗുണമുള്ള നല്ലൊരു ഭാവി തലമുറയെ കെട്ടിപ്പടുക്കി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് നാം ലക്ഷ്യമിടുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ പഴയ ഇന്ത്യ, നമ്മുടെ ചാച്ചാജിയും സുഭാഷ് ചന്ദ്രബോസും അല്ലാമ ഇക്ബാലും തുടങ്ങി നമ്മുടെ മഹാരഥന്മാരായ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ സ്വപ്നം കണ്ട വിഭാവനം ചെയ്ത ഇന്ത്യ എന്താണെന്ന് നമ്മുടെ മക്കളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു പരിസ്ഥിതിയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മതേതരത്വത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ആ കൊച്ചു കുഞ്ഞുങ്ങളെ നാം ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. പഴയ ഇന്ത്യ എന്താണെന്നും അല്ലാമ ഇക്ബാൽ പറഞ്ഞ പോലെ നമസ്കാരത്തിനുള്ള മുസൽമാനും പൊൻകുരിശേന്തിയ ക്രൈസ്തവനും ചന്ദനക്കുരിയേന്തിയ ഹൈന്ദവനും തോളോട് തോളുരുമി ജീവിക്കുന്ന ആ പഴയ ഇന്ത്യയും, ആ ഇന്ത്യയിൽ മതേതരത്വത്തിനുണ്ടായിരുന്ന ആ വിലയും അതിൻ്റെ പ്രസക്തിയും ഒന്ന് ഇന്നത്തെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു പരിസ്ഥിതി, ഒരു കാലമാണ് എന്ന് മാത്രം ഞാൻ ഓർപ്പിച്ചുകൊണ്ടും
തായിക്കാട്ടുകര സ്കൂൾ കോംപ്ലക്സിന്റെ 42ാമത് വാർഷികാഘോഷ പരിപാടിക്ക് തായിക്കാട്ടുകര മുസ്ലിം ജമാഅത്ത് കൗൺസിലിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടും ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Next, I invite Mrs. Jasmine Ali, member of Churnikara Grama Panchayat, to deliver felicitation address. Ma'am, please. നസീർ ചൂർണിക്കര, നമ്മുടെ വൈസ് പ്രസിഡന്റ്, ബ്ലോക്കിന്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെഫീഖ്, ഉള്ള നമ്മുടെ അബ്ദുൾ സലീം, പിന്നെ വേദിയിലിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ്, സ്കൂളിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് MA അബു, PTA പ്രസിഡന്റ് ജിന്നാസ് കുന്നത്തേരി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കിവിടെ ഒരു മെമ്പറായിട്ട് നിൽക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ നിൽക്കുവാനും സാധിച്ചു. അത് ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയുകയാണ്. ഈ കൂടുതലൊന്നും പറയാൻ ഈ അവസരം വിനിയോഗിക്കില്ല. കാരണം നമ്മൾ ലേറ്റായിട്ടാണ് നമ്മൾ തുടങ്ങിയേക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കുട്ടികളുടെ പരിപാടി കാണാൻ കാത്തിരിക്കുന്ന ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് അത് കാണാനുള്ള ഒരു വ്യഗ്രതയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. മക്കളാണെങ്കിൽ ഞാൻ വരുമ്പോൾ മുതൽ മേക്കപ്പ് ചെയ്തൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവരുടെ പരിപാടി കാണാൻ എനിക്ക് ഏറ്റവും ആഗ്രഹം അതിനായിരിക്കും. എന്നിരുന്നാലും എനിക്ക് പറയാനൊരു 2 വാക്കുകൾ പറയണമെന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മളുടെ സ്കൂൾ കോംപ്ലക്സ്, പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ ഇവിടെ അധികം, ഈ ഏരിയയിൽ അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ അധികം പഠിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെ ഒരു വലിയൊരു പ്രശ്നമുള്ള കാര്യമാണെങ്കിലും അവരത് നന്നായിട്ട് മലയാളം പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ഞാൻ നമ്മുടെ HM വിളിക്കാറുണ്ട്. അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ എവിടെയെങ്കിലും ചേർക്കും. പിള്ളേർ തേരാപ്പാര നടക്കുന്നു. കാരണം അവർ പല വിപത്തുകളിലും വന്ന് പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ ചേർക്കാൻ പറയും. ഇപ്പോൾ അതിന് ഓരോ നിർദ്ദേശങ്ങളുണ്ട്. ടീച്ചർ എന്നോട് പറയും ആധാർ കാർഡ് വേണം. പല പിള്ളേർക്കും അവരുടെ പേരൻസിൽ പോലും ആധാർ കാർഡ് ഇല്ലാത്തൊരു സമയമാണ്. അപ്പോൾ അവരെ കൊണ്ട് ആധാർ കാർഡ് എടുപ്പിച്ച് സ്കൂളിൽ ചേർക്കുന്ന സിസ്റ്റം ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ മെമ്പർ ആവുന്നതിന് മുമ്പും സ്കൂളുമായിട്ട്, നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ ഷമീർ പറഞ്ഞത് മാതിരി സ്കൂളുമായിട്ട് നല്ല സഹകരണം അന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചർ ഓരോ കാര്യം എന്നെ വിളിച്ച് പറയാറുണ്ട്. ഞാൻ അതനുസരിച്ച് തന്നെ ഇവിടെ പ്രവർത്തിക്കാറുമുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളെ ആ കുട്ടികളെ മലയാള കുട്ടികളെ പഠിപ്പിക്കുന്നതിലും ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ ആ കുട്ടികളെ പഠിക്കും. പക്ഷെ അവർ നന്നായിട്ട് മലയാളം പറയുന്ന കുട്ടികൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കുട്ടികൾ മലയാളം പറഞ്ഞ് നമുക്ക് തരും. പക്ഷേ പേരൻസിന് അറിയില്ല അത്രയും പറയാം. അപ്പോൾ ഇവിടുത്തെ ആ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്ന ആ ടീച്ചേഴ്സിന് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. അതുപോലെ തന്നെ നമുക്ക് എൻ്റെ ഒരു ഇതാണ്, നമ്മളുടെ ഈ പൈപ്പ് ലൈൻ റോഡിലേക്ക് ഒരു കട്ട വിരിച്ച കൊള്ളാറുണ്ട്. കാരണം ഈ സൈഡ് ഉണ്ട്, ആ സൈഡിലേക്ക് ഉണ്ട്. പക്ഷേ അത് ഈ കഴിഞ്ഞ വർഷം മുതൽ ഞാൻ പല ഷെഫീഖിനോട് സംസാരിച്ച്, കഴിഞ്ഞ വർഷം നമ്മളുടെ പഞ്ചായത്തിൽ ആസ്തിയിൽപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ പ്രോപ്പർട്ടി ഇപ്പം നമ്മുടെ ജമാഅത്തിൻ്റെ ഇതിരിക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ആസ്തി പഞ്ചായത്തിലേക്ക് ഉൾപ്പെടുത്തിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഈ വേദിയിരിക്കുന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റിയോ ആരെങ്കിലും അതിനൊരു മുൻകൈ എടുത്ത് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ ഒരു പാർക്ക്, പൂന്തോട്ടം, നമുക്കിനിപ്പോൾ അഡ്മിഷൻ വന്ന സമയമാണ്. അപ്പോൾ ഈ മാർച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അഡ്മിഷന് വേണ്ടി നമ്മുടെ പണ്ടത്തേക്കാൾ സ്കൂൾ കോംപ്ലക്സ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. ഞാനിവിടെ ആദ്യ കാലഘട്ടത്തിൽ വരുമ്പോൾ മിക്കവാറും ഒരു ഡിവിഷനിൽ തന്നെ കുറച്ച് പിള്ളേരെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇപ്പോൾ 2 ഡിവിഷനായി. ഉള്ള ഡിവിഷൻ തന്നെ ഒത്തിരി കുട്ടികളുണ്ട്. നമ്മളുടെ ടീച്ചേഴ്സ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു PTA, കഴിഞ്ഞ ദിവസം ഇവിടെ PTA ഡേ ഉണ്ടായി. അന്ന് ഞാൻ വന്നിരുന്നു, അതിൽ പങ്കെടുത്ത്. അപ്പോൾ നമ്മുടെ PTAയുടെ മെമ്പേഴ്സ് നന്നായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടിയും സർപ്രൈസായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പം നല്ലൊരു PTAയും നല്ലൊരു ടീച്ചേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അവർക്ക് നന്നായിട്ട് ഇവിടെ കൂടുതൽ കുട്ടികളെ കിട്ടാനായിട്ട് ഒരു അട്രാക്ഷൻ തോന്നണം. സ്കൂളിലേക്ക് നല്ലൊരു അട്രാക്ഷൻ തോന്നണമെങ്കിൽ ഒരു പൂന്തോട്ടോ ഒരു പാർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ ചേർക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടും. അപ്പോൾ ആളുകൾ അതൊക്കെ നോക്കിയിട്ട് വേറെ സ്കൂളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ തായ്ക്കാട്ട പ്രദേശത്ത് ഇത്തരം നല്ലൊരു എയ്ഡഡ് സ്കൂളുള്ളപ്പോൾ നമ്മുടെ മറ്റു സ്കൂളിലേക്ക് പോകുന്നത് ഇങ്ങനെ പല പ്രത്യേക വിദ്യാഭ്യാസം നോക്കിയാവാം, നിലവാരം നോക്കിയാവാം, അവരുടെ മെറിറ്റ് നോക്കിയാവാം. അപ്പോൾ ഇതൊക്കെ നിലവിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിഥി കുട്ടികളുടെ കൂടെ മറ്റു കുട്ടികൾ ഇഷ്ടംപോലെ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നല്ലൊരു വളർച്ചയിലേക്ക് എത്തട്ടെ നമ്മുടെ സ്കൂൾ. ജമാഅത്തിൻ്റെ ഒരു സ്കൂളാണിത്. അപ്പോൾ തായ്ക്കാട്ടുകര സ്കൂൾ കോംപ്ലക്സ് LP സ്കൂളിന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. നമ്മുടെ സെലിബ്രിയ 2026 42ാം ആനുവൽ ഡേയുടെ ഭാഗമായിട്ട് ഞാൻ ഇതിന് നല്ലൊരു സ്കൂളാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank the PTA President to offer his felicitations. Sir, please. ബഹുമാനപ്പെട്ട ഈ മഹത്തായ ദിവസത്തിൻ്റെ അധ്യക്ഷൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സ്കൂളിൻ്റെ
അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ സ്കൂളിൻ്റെ 2026 ആനുവൽ ഡേ ഇന്നിവിടെ ആഘോഷിക്കുകയാണ്. 42ാമത്തേതാണ്. ഇന്ന് നമ്മുടെ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മുടെ ഈ സ്കൂള് ഈ അധ്യയന വർഷം കൊണ്ട് ഒത്തിരി പരിപാടികൾ നടത്തി ഒരു CBSE സ്കൂളിനെ വെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ ടീച്ചേഴ്സിന് PTA യുടെ 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മെമ്പർ ജാസ്മിത്ത ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ സ്കൂളിന് ഒരു പൂന്തോട്ടം വേണം. അത് കഴിഞ്ഞ PTA മീറ്റിങ്ങിൽ നമ്മുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി നമ്മളോട് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ അധ്യയന വർഷം കഴിഞ്ഞ അടുത്ത അധ്യയന വർഷം നമ്മളിവിടെ പാർക്ക് ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ, രക്ഷിതാക്കളായ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. അതിനുവേണ്ടി നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത് ആ സംരംഭത്തെ നമ്മൾ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഒരിക്കലും അറിയാം, 2-3 ദിവസമായിട്ട് വേറൊരു ബസ്സാണ് വരുന്നത്. നമ്മുടെ മാനേജ്മെൻറ്റ് നമ്മുടെ സ്കൂളിൻ്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇത്തവണ അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതി, സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങൾ ഓരോരുത്തർ ഇപ്പോൾ വിളിച്ചു ചോദിക്കുകയും അതുപോലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ജമാഅത്ത് കമ്മിറ്റി പുതിയൊരു ബസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും. അതും കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിക്കൊണ്ട് നിങ്ങൾ നൽകുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും എല്ലാവിധ സ്നേഹ സംഭാഷണങ്ങൾക്കും ഒരിക്കൽ കൂടി PTA പേരിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir, for presenting the parents and for your continuous cooperation. Finally, I invite Mrs. Hasna K.I., MPTA President, to share her message. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സർ PTA ലിഖുൻ സർ, ഉദ്ഘാടനത്തിനായെത്തിയ ബാലകൃഷ്ണൻ കടിയൂർ സർ, മുഖ്യാതിഥി ഇന്ദ്രൻ സർ, ഈ പരിപാടിക്ക് പിന്നിൽ ഒരുപാട് പരിശ്രമങ്ങളുടെ പുറകിലാണ് ഉള്ളത്. ഇന്നത്തെ ഈ പരിപാടി എല്ലാവരുടെയും മനസ്സിൽ നല്ലൊരു ഓർമ്മയായി നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി ആലുവ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ മികച്ച വിജയം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള സമ്മാനം. പേപ്പർ ക്രാഫ്റ്റ് ഐഷ ഫർഹാന CS A grade. അദീബ് റഹ്മാൻ പോസ്റ്റർ ഡിസൈനിങ് A grade. അമീന ഷഹ ഗസൽ പ്രൊഡക്റ്റ് യൂസിംഗ് വേസ്റ്റ് മെറ്റീരിയൽ A grade. സർഫറാസ് അലി ബീഡ്സ് വർക്ക് A grade. അടുത്തതായി സമ്മാനം നൽകുന്നതിനായി വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിസ്റ്റർ KS മുഹമ്മദ് ഷഫീഖിനെ ക്ഷണിക്കുന്നു. ഐഷ മെഹറിൻ PF കളക്ഷൻസ് A grade. സഹ്റ എം റിയാസ് കളക്ഷൻസ് A grade. മറിയം സ്വാലിഹ MM നമ്പർ ചാർട്ട് A grade. ജോമിൻ ജോസ് പോൾ ജോമെട്രിക്കൽ ചാർട്ട് B grade. അടുത്തതായി സമ്മാനം നൽകുന്നതിനായി TMJ കൗൺസിൽ ചെയർമാൻ മിസ്റ്റർ KM അബ്ദുൽ സലീം സാറിനെ ക്ഷണിക്കുന്നു. ആലുവ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനമാണ് അടുത്തത് നടക്കുന്നത്.
പദ്യം ചൊല്ലൽ അളകനന്ദ PP ഫസ്റ്റ് വിത്ത് A grade. ഓഡിയൻസ് നല്ലൊരു കൈയടി കൊടുക്കാം. ഐഷ ഫർഹാന CS പദ്യം ചൊല്ലൽ സെക്കൻഡ് വിത്ത് A grade. അളകനന്ദ PP ശാസ്ത്രീയ സംഗീതം തേർഡ് വിത്ത് B grade. ഫിദ ഫാത്തിമ AM കൈയെഴുത്ത് അറബിക് A grade. അടുത്തതായി സമ്മാനം നൽകുന്നതിനായി ശ്രീമതി ജാസ്മിൻ അലിയെ ക്ഷണിക്കുന്നു. ദുൽകിഫിൽ അൻവർ കഥാകഥനം മലയാളം A grade. ഫൗസ M ഇർഷാദ് ആംഗ്യപ്പാട്ട് അറബിക് B grade. ഇസ ഫാത്തിമ ആംഗ്യപ്പാട്ട് മലയാളം A grade. മിൻഹ ഫാത്തിമ MS പദ്യം ചൊല്ലൽ അറബിക് B grade. അടുത്തതായി സമ്മാനദാനം നൽകുന്നതിനായി TMJ ട്രഷറർ സലീം സാറിനെ ക്ഷണിക്കുന്നു. ഐഷ ഫർഹാന CS അറബിക് ഗാനം B grade. ഇഫ മെഹദ് ആംഗ്യപ്പാട്ട് ഇംഗ്ലീഷ് A grade. സഹ്റ M റിയാസ് കഥാകഥനം അറബിക് A grade. ഫൈസാൻ അഹമ്മദ് ഖുർആൻ പാരായണം A grade. അടുത്തതായി സമ്മാനദാനം നൽകുന്നതിനായി ജാസ്മി മിസ്സിനെ ക്ഷണിക്കുന്നു. ദേവനന്ദ PS നാടോടി നൃത്തം B grade. ഭീമാമോൾ KM പ്രസംഗം മലയാളം A grade. അമീന ഷഹ ഗസൽ മോണോ ആക്ട് C grade. Arabic group song A grade. Participants are Zahra M Riyas, Aisha Farhana CS, Aisha Mehrin, Mariam Swaliha, Minha, Nasriya TJ, അടുത്തതായി സമ്മാനദാനം നൽകുന്നതിനായി TMJ സെക്രട്ടറി മിസ്റ്റർ CK ഷമീർ സാറിനെ ക്ഷണിക്കുന്നു. പദ്യം ചൊല്ലൽ ഇംഗ്ലീഷ് തേർഡ് വിത്ത് A grade. PTA ഉത്സവ് 2 ദിവസമായി നടന്ന ഫുഡ് ഫെസ്റ്റ് മത്സരത്തിൽ വിജയികളായ ബെസ്റ്റ് ക്ലാസ് ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സുകൾക്കുള്ള സമ്മാനദാനമാണ്. സംഭവവിപുലമായ ഫുഡ് ഫെസ്റ്റിൽ ഫസ്റ്റ് പ്ലേസ് കരസ്ഥമാക്കിയിരിക്കുന്നത് ക്ലാസ് 1B. ക്ലാസ് ടീച്ചർ ഷംന മിസ്സിനെയും പാരൻസിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. Second place 3A Nitya Miss along with the parents. Second place is shared with 2. The second place goes to LKG Nidina Miss along with the parents. Please come and collect the prize. നെക്സ്റ്റ് സമ്മാനം നൽകുന്നതിനായി TMJ ട്രഷറർ സലീം സാറിനെ ക്ഷണിക്കുന്നു.
സ്പോർട്സ് മീറ്റിൽ ഓവറോൾ ചാമ്പ്യനായിരുന്ന ഗ്രീൻ ഹൗസ് മിസ് ഷബാന ടീച്ചറെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. Congratulations to all the winners and thank you, sir. As we approach the conclusion of this grand celebration, gratitude is the most beautiful expression. To deliver the word of thanks, I now invite Mr. Salim C.H., Treasurer of TDMJ, to address the gathering. Sir, please. നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ജനാബ് PB അലിക്കുൻ സാഹിബ്, നമ്മളോട് സംസാരിച്ച് മടങ്ങിയ പ്രശസ്ത സിനിമാ താരം ശ്രീ ഇന്ദ്രൻസ്, പഞ്ചായത്ത് പ്രസിഡന്റ് നസീർ ചൂർണിക്കര, മുഹമ്മദ് ഷഫീഖ്, ജാസ്മിൻ അലി, ജമാഅത്തിൻ്റെയും കൗൺസിലിൻ്റെയും ഭാരവാഹികളെ, പ്രിയ രക്ഷിതാക്കളെ, ടീച്ചർമാരെ, കുട്ടികളെ, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ സമയം 8 മണിയായി. നമ്മൾ ഈ മീറ്റിംഗ് ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന സമയം 5:30 5:30 മണിക്ക് തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ പകുതിയെങ്കിലും കഴിഞ്ഞേനെ. എനിക്ക് ഇവിടുത്തെ രക്ഷകർത്താക്കളോടും നാട്ടുകാരോടും അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ അല്പം കൂടി സമയം നേരത്തെ എത്തിയാൽ 5:30-നും 6 മണിക്കും ഇവിടെയുള്ള കസേരകൾ മിക്കവാറും എല്ലാം ശൂന്യമായിരുന്നു. നമ്മുടെ ഗസ്റ്റ് ഒരാൾ നേരത്തെ ഇവിടെ എത്തി. ശ്രീ ഇന്ദ്രൻസ് നമ്മളുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തിൻ്റെ വണ്ടി വഴിയിൽ നമ്മൾ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. കാരണം അവർ വരുമ്പോൾ ഇവിടെ ആളൊഴിഞ്ഞ കസേരകൾ കാണുന്നത് നമ്മൾ ക്ഷണിച്ചു വരുത്തിയ നമ്മുടെ അതിഥികൾക്ക് മോശമാണ്. കലാപരിപാടികൾ നമുക്ക് കണ്ട് ആസ്വദിക്കണമെങ്കിൽ കുറച്ചു നേരത്തെ എല്ലാവരും വരിക. ഇതൊരു അഭ്യർത്ഥനയായി കാണുക. മറ്റൊരു കാര്യം, നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും നമ്മുടെ വാർഡ് മെമ്പറെല്ലാം ഉള്ള ഈ വേദിയിൽ സ്കൂളിൻ്റെ 1-2 ആവശ്യങ്ങൾ നേരിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീമതി ജാസ്മിൻ അലി ഇവിടെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു, നമ്മുടെ സ്കൂളിന് ഇനിയും കുറച്ച് കാര്യങ്ങൾ ഇവിടെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ജമാഅത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ ഈ സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ജമാഅത്ത് കമ്മിറ്റിയും കൗൺസിലും ഈ മഹലിലെ മുഴുവൻ ജനങ്ങളും ഇതിലെ പ്രതിജ്ഞാബദ്ധമാണ്. നിങ്ങൾക്കറിയാം, 2 വർഷം മുമ്പ് ഏകദേശം 42 ലക്ഷം രൂപ ചിലവാക്കിയാണ് നമ്മൾ ഈ സ്കൂളിൻ്റെ 1ാം നില പൂർത്തിയാക്കിയത്. 4 ക്ലാസ് റൂമുകൾ ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ സ്കൂളിൻ്റെ പുറകിലുള്ള റിട്ടൈനിങ് വാള് മറ്റൊരു സഹോദരൻ്റെ സഹായത്തോടെ 50-50 എന്ന റേഷ്യോയിൽ നമ്മളും കൂടി പൈസ മുടക്കിയാണ് ഒരു റിട്ടൈനിങ് വാള് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയത്. അതുപോലെ ഇനിയും നമുക്ക് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് തന്നെ നമുക്ക് പണിയിച്ചു തന്നു. അതുപോലെ ശ്രീമതി ജാസ്മിൻ അലി പറഞ്ഞ ഒരു ആവശ്യം, നമുക്കൊരു പൂന്തോട്ടത്തേക്കാൾ ഉപരിയായി നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു ചിൽഡ്രൻസ് പാർക്ക്, ഒരു ചെറിയ KG പാർക്ക് നമുക്ക് ഉണ്ടാക്കണം. അതിന് പഞ്ചായത്തിൻ്റെ ഫണ്ട് അനുവദിക്കുമെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ അത് എനിക്കതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ അറിയില്ല. പ്രസിഡൻറ്റും ബ്ലോക്കിലെ വൈസ് പ്രസിഡൻറ്റും എല്ലാം ഉള്ള വേദിയിൽ ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികളുടെയൊക്കെയോ CSR ഫണ്ട് ഉപയോഗിച്ച് നമുക്കൊരു പാർക്ക് ഉണ്ടാക്കി തരാൻ മുൻകൈ എടുക്കണം എന്ന് ഈ ബഹുമാനപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ റോഡിൻ്റെ കാര്യം പറഞ്ഞു, നമ്മുടെ ജാസ്മിൻ അലി പറഞ്ഞു. നമ്മുടെ സ്കൂളിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് ഇറങ്ങുന്ന റോഡ് കട്ട വിരിച്ച് ഭംഗിയാക്കണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പക്ഷേ പ്രസിഡന്റ് ശ്രീ നസീർ പറഞ്ഞത്, ആ റോഡ് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കട്ട വിരിക്കണമെങ്കിൽ നമ്മൾ ആ റോഡ് പഞ്ചായത്തിന് വിട്ടുകൊടുക്കണം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് സാധ്യമല്ലാത്തതിനാൽ മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉപയോഗിച്ച്
ആ റോഡ് കട്ട വിരിച്ചു തരണം എന്ന ഈ 2 ആവശ്യങ്ങൾ നമ്മുടെ ഈ ജനപ്രതിനിധികളുടെ മുമ്പിൽ ഞാൻ വയ്ക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന സ്കൂളിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ ശ്രീ ബാലകൃഷ്ണൻ കതിരൂർ, അദ്ദേഹം അറിയപ്പെടുന്നൊരു ചിത്രകാരനാണ്. ഒരു പക്ഷേ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് പങ്കെടുത്ത് നല്ലൊരു പ്രസംഗം കാഴ്ചവെക്കുകയും അതിലുപരിയായി അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രീ ഇന്ദ്രൻസിനെ വരച്ച് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് അത് വലിയൊരു കഴിവാണ്. അദ്ദേഹത്തിന് ഈ സ്കൂളിൻ്റെ പേരിൽ ഏറെ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നിങ്ങളെല്ലാവരും അറിയപ്പെടുന്ന ഇന്ത്യയിലെ തന്നെ ഒരു വലിയ കലാകാരനായ ദേശീയ അവാർഡ് നേടിയ ശ്രീ ഇന്ദ്രൻസ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം വന്നു. നിങ്ങളുടെ വളരെ എളിയമായ രീതിയിൽ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് നമുക്ക് എല്ലാവരും നേരിൽ ബോധ്യമായി. ശ്രീ ഇന്ദ്രൻസിനും നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നസീർ ചൂർണിക്കര, അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളിലും ഇതിനു മുമ്പും പ്രസിഡന്റ് ആവുന്നതിന് മുമ്പും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ആളാണ്. അതുപോലെ മുഹമ്മദ് ഷഫീഖ്, നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുടെ ഷഫീഖ്, ഈ സ്കൂളിൽ ഒരു ഇലനങ്ങിയാൽ ഷഫീഖിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. അതുപോലെ ശ്രീമതി ജാസ്മിൻ അലി, വാർഡ് മെമ്പർ, ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യം നമുക്ക് ഈ സ്കൂളിനെ ധന്യമാക്കിയിരിക്കുകയാണ്. അവർക്കെല്ലാം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഈ മഹലിൻ്റെയും കൗൺസിലിൻ്റെയും പ്രതിനിധികൾ, അതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ രക്ഷകർത്താക്കൾ, അധ്യാപകർ, കുഞ്ഞുങ്ങൾ, പ്രിയ നാട്ടുകാർ, എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Now it's time for the most vibrant part of the evening, the cultural performance by our talented students. So sit back, relax and enjoy the show. Thank you and let the festivals begin.